2 ദിവസം മുമ്പ് എക്സൈസ് ഡി ഹണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി തുടങ്ങി. ഇവിടുത്തെ ലഹരി മരുന്ന് ഭാവികളെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കൊണ്ട് 3000 കേസുകളാണ് അവർ അന്വേഷിച്ച് കണ്ടെത്തിയത്. ഇത്രയും നാൾ 3000 കേസുകൾ ഇല്ലായിരുന്നോ? 2 ദിവസം കൊണ്ട് 3000 കേസുകൾ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നില്ല? കാരണം ഇത്രയും കാലം ഇത്രത്തോളം വലിയ രീതിയിൽ ലഹരി പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ലഹരിയുടെ ഭാഗമായിട്ട് ഇത്ര വലിയ ക്രൂരമായ കൊലപാതകങ്ങളൊന്നും നമ്മൾ ശ്രദ്ധ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ദിനം പ്രതി ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നമ്മുടെ ഇത് സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു. ഇവിടെ ലഹരിയുണ്ട്, ഇവിടെ വലിയ രീതിയിലുള്ള ലഹരി മാഫിയകളുണ്ട്, വലിയ സംഘങ്ങളുണ്ട് എന്നെല്ലാം സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും നാളും വേണ്ടിയില്ല? ഏറ്റവും അവസാനം പീക്ക് ലെവലിൽ ചെന്നിട്ട് ആളുകൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സർക്കാരിന് അവരുടെ മുഖം സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിന് എതിരായി തുടങ്ങിയപ്പോൾ അവരുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ പദ്ധതികളുമായിട്ട് വരുന്നു. ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കാതെ പോയത്? അന്വേഷണങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി പിടികൂടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു 9 വർഷത്തെ കണക്കാണല്ലോ എടുക്കുന്നത്. 9 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ലഹരി പിടികൂടുന്ന കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ പിടികൂടിയതിന് ശേഷം എത്ര ആൾക്കാർക്ക് കോടതി ഭാഗമായി ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു 30% അല്ല 25% ആൾക്കാർക്കായിരിക്കും പിഴ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത്. ബാക്കി ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്? ഈ ലഹരി മാഫിയ സംഘങ്ങളാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് നിയമവശങ്ങൾ അറിയാം.